ഇന്ത്യ പാക് അതിർത്തിയിൽ വെടിശബ്ദങ്ങൾ ഉയരുന്നു. അറബിക്കടലിൽ എന്തിനും സജ്ജമായി ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും പോർ കപ്പലുകൾ മുഖാമുഖം നിൽക്കുകയാണ്. പാകിസ്ഥാൻ ജനത ഇതിനോടകം തന്നെ ഒരു യുദ്ധഭീതിയിലേക്ക് വഴുതി വീണിരിക്കുന്നു. എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? വീണ്ടും ഇരു രാജ്യങ്ങളും ഒരു യുദ്ധത്തിലേക്ക് തന്നെയാണോ, ഇന്ത്യ പാക് യുദ്ധത്തിലേക്കാണോ നീങ്ങുന്നത്? വിശദമായ കാര്യങ്ങളെക്കുറിച്ചൊക്കെ തന്നെ നമുക്ക് ചർച്ച ചെയ്യാം. വെൽക്കം ബാക്ക് ടു എഫ് വേൾഡ്. അഫ്ലു ഹിയർ. എന്തും സംഭവിക്കാവുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് ഇന്ത്യയാണെങ്കിലും പാകിസ്ഥാനാണെങ്കിലും ഒരുപോലെ തന്നെ ഇന്ന് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ആദ്യം തന്നെ നമുക്ക് ഇപ്പോൾ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട വ്യത്യസ്ത കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യാം. അതിനുശേഷം നമുക്ക് ഇതൊരു യുദ്ധത്തിലേക്ക് നീങ്ങുമോ, ഒരു ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം ഇവിടെ അരങ്ങേറുമോ എന്ന് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് വിശദമായ രീതിയിൽ തന്നെ ചർച്ച ചെയ്യാം, മനസ്സിലാക്കാം. നമുക്കറിയുന്നത് പോലെ തന്നെ ഏപ്രിൽ 22 കാശ്മീരിലെ പെഹൽഗാമിൽ സാധാരണക്കാരായിട്ടുള്ള ടൂറിസ്റ്റുകൾക്ക് നേർക്ക് ഒരു ഭീകരാക്രമണം അരങ്ങേറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് തന്നെയാണ് ഒരു ഇന്ത്യ പാക് കോൺഫ്ലിക്റ്റിലേക്ക് കൃത്യമായ രീതിയിൽ തന്നെ അവിടെ കൊണ്ടെത്തിച്ചിട്ടുള്ളത്. അപ്പം ടെററിസ്റ്റുകൾ നടത്തിയിട്ടുള്ള ഈ ഒരു അറ്റാക്കിന് എന്താണ് പാകിസ്ഥാൻ്റെ ബന്ധം എന്ന രീതിയിലൊക്കെ തീർച്ചയായിട്ടും അവിടെ ചോദ്യങ്ങൾ വരാം. കൃത്യമായ രീതിയിൽ ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് മനസ്സിലാക്കിയതിനു ശേഷം കൃത്യമായ ഇൻ്റലിജൻസ് റിപ്പോർട്ടുകളുടെയും മറ്റൊക്കെ അടിസ്ഥാനത്തിൽ തന്നെ ആയിരിക്കണം ഇന്ത്യ ശക്തമായ രീതിയിൽ പാകിസ്ഥാനോട് പ്രതികരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിട്ടുള്ളത്. വളരെ കടുത്ത രീതിയിലുള്ള ഡിപ്ലോമാറ്റിക് നടപടികളൊക്കെ തന്നെയും ആദ്യഘട്ടത്തിൽ തന്നെ പാകിസ്ഥാനെതിരെ ഇന്ത്യ കൈക്കൊണ്ടിട്ടുണ്ടായിരുന്നു. പാകിസ്ഥാനിൽ നിന്നുള്ള ആളുകളൊക്കെ തന്നെയും തിരിച്ചു പോകണമെന്നും അതുപോലെ തന്നെ വ്യത്യസ്ത രീതിയിലുള്ള ചില കരാറുകളൊക്കെ തന്നെയും പൂർണ്ണമായിട്ടും നിർത്തലാക്കുന്ന പ്രവണതയിലേക്കും പ്രവൃത്തികളിലേക്കും ഒക്കെ തന്നെ നമ്മുടെ ഇന്ത്യ എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ സംഭവിച്ച കാര്യങ്ങളെക്കുറിച്ചൊക്കെ തന്നെ കൃത്യമായ രീതിയിൽ നിങ്ങൾക്ക് ധാരണയുണ്ടാവും. ഇനി നിലവിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വളരെ സുപ്രധാനമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് നമുക്കൊന്ന് പരിശോധിക്കാം. അതിൽ ഒന്നാമതായിട്ട് വരുന്നത് അൺപ്രൊവോക്ഡ് ആയിട്ടുള്ള ഗൺ ഫയേഴ്സ് നമ്മുടെ അതിർത്തികളിലായിട്ട് സംഭവിക്കുന്നുണ്ട്. പാകിസ്ഥാൻ ആർമി നമുക്ക് നേർക്കായിട്ട് ഇത്തരത്തിലുള്ള അൺപ്രൊവോക്ഡ് ആയിട്ടുള്ള സ്മോൾ ആംസ് ഫയർ ഒക്കെ നടത്തുന്നുണ്ട് എന്ന് പറയുന്നൊരു കാര്യമാണ്. അതിൽ തന്നെ പ്രത്യേകിച്ച് ഉറിയിലെ കുപ്വാരയിലും അതുപോലെ തന്നെ ജമ്മു ആൻഡ് കാശ്മീരിലെ യൂണിയൻ ടെറിട്ടറിയുടെ ഭാഗമായിട്ടുള്ള അക്നോർ തുടങ്ങിയിട്ടുള്ള പ്രദേശങ്ങളിലൊക്കെ തന്നെയാണ് ഇത്തരത്തിലുള്ള അൺപ്രൊവോക്ഡ് ആയിട്ടുള്ള ഗൺ ഫയേഴ്സ് എല്ലാം തന്നെ പാകിസ്ഥാൻ ആർമിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. ലൈൻ ഓഫ് കൺട്രോളിൻ്റെ ഭാഗങ്ങളിലൊക്കെയാണ് ഇത്തരത്തിലുള്ള ഈ കാര്യങ്ങളൊക്കെ തന്നെയും അരങ്ങേറുന്നത്. അപ്പോൾ ഇത്തരം ഒരു പ്രവൃത്തി സംഭവിക്കുമ്പോൾ അതിൻ്റേതായ രീതിയിൽ അതേ നാണയത്തിൽ തന്നെ ഒരു തിരിച്ചടി കൂടെ ഇന്ത്യൻ ആർമിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട്. ഇതുപോലുള്ള രീതിയിലുള്ള ഗൺ ഫയേഴ്സ് ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് നമ്മുടെ സൈനികരുടെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ തിരിച്ചും നൽകുന്നുണ്ട്. ഇനി രണ്ടാമത്തെ വളരെ സുപ്രധാനമായിട്ടുള്ള കാര്യം, നമ്മുടെ ഇന്ത്യയുടെ കരസേനയാണെങ്കിലും നാവികസേനയാണെങ്കിലും വ്യോമസേനയാണെങ്കിലും എല്ലാം ഒരുപോലെ തന്നെ സർവ്വസന്നാഹങ്ങളോടും കൂടി സജ്ജമായി അണിനിരന്ന് നിൽക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നുണ്ട് എന്നൊരു കാര്യമാണത്. അതിൽ തന്നെ നമുക്ക് പ്രത്യേകിച്ച് എടുത്തു പറയാനുള്ള കാര്യം, അറബിക്കടലിൽ ഗുജറാത്തിൻ്റെ തീരങ്ങളോടൊക്കെ ചേർന്നുകൊണ്ട് നാവികസേനയുടെ പടക്കപ്പലുകൾ എന്തിനും തയ്യാറായിട്ട് ഇതിനോടകം തന്നെ അണിനിരന്ന് കഴിഞ്ഞിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട വീഡിയോകളും ഫോട്ടോകളും ഒക്കെ തന്നെ നമ്മുടെ നാവികസേന തന്നെ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അവിടെ ചില ദീർഘദൂര മിസൈലുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ഡ്രില്ലുകൾ വരെ നടക്കുന്നുണ്ട്. ശക്തി പ്രകടനങ്ങൾ പോലും നമ്മുടെ നാവികസേന കാഴ്ചവെക്കുന്നുണ്ട്. മാത്രമല്ല ഇനി സാറ്റലൈറ്റ് ഫൂട്ടേജസും മറ്റുമൊക്കെ വെച്ച് നമ്മൾ പരിശോധിക്കുന്ന അവസരത്തിൽ ഇന്ത്യൻ നേവി അണിനിരന്നത് പോലെ തന്നെ അറബിക്കടലിൽ പാകിസ്ഥാൻ്റെയും നേവി അണിനിരന്നിട്ടുണ്ട് എന്ന കാര്യത്തെക്കുറിച്ച് അവിടെയും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അതായത് ഇരു നേവികളും ഒരുപോലെ തന്നെ അറബിക്കടലിൽ ഇപ്പോൾ മുഖാമുഖം നിൽക്കുന്ന സാഹചര്യമാണ് ഉള്ളത് എന്ന് ചുരുക്കം. ഇനി വിശദമായ രീതിയിൽ തന്നെ പാകിസ്ഥാൻ അകത്ത് നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഇപ്പോൾ തന്നെ അവിടുത്തെ ജനങ്ങളൊക്കെ തന്നെയും ഒരു യുദ്ധഭീതിയിലേക്ക് നീങ്ങിയിട്ടുണ്ട്. വലിയ തോതിൽ തന്നെ സാധന സാമഗ്രികൾ, അവശ്യ സാധനങ്ങളൊക്കെ തന്നെയും എല്ലാവരും ഒരുപോലെ തന്നെ കളക്ട് ചെയ്ത് വെക്കുന്ന രീതിയിലേക്ക് ആളുകൾ മാറിയിട്ടുണ്ട് എന്ന് തുടങ്ങിയിട്ടുള്ള ചില വീഡിയോ ഫുട്ടേജസും മറ്റൊക്കെ സാമൂഹ്യ മാധ്യമങ്ങളിൽ വലിയ തോതിൽ തന്നെ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിൻ്റെ ഒരു ഒതൻറ്റിസിറ്റി ഒക്കെ ചർച്ചാ വിഷയമായിട്ടുള്ള ഒന്ന് തന്നെയാണ്. എങ്കിൽ കൂടെയും പാകിസ്ഥാനകത്ത് ഇപ്പോൾ അവിടുത്തെ ജനങ്ങളുടെ ഇടയിൽ പോലും ഒരു യുദ്ധഭീതി പതിയെ ഉയർന്നു വരുന്നുണ്ട് എന്ന രീതിയിലുള്ള കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പലരും വിശദീകരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. മാത്രമല്ല ഇതിനോടകം തന്നെ ലീവിലുണ്ടായിരുന്ന മുഴുവൻ സോൾജേഴ്സിനെയും പാകിസ്ഥാൻ ആർമി തിരിച്ചു വിളിച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ റിസർവ് ഫോഴ്സിനോടൊക്കെ തന്നെയും സർവ്വസന്നാഹങ്ങളോടും കൂടെ സജ്ജമായി നിൽക്കാൻ വേണ്ടിയിട്ട് പാകിസ്ഥാൻ ആർമി ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അതായത് എല്ലാ നിലക്കുമുള്ളൊരു തയ്യാറെടുപ്പുകൾ പോലും പാകിസ്ഥാൻ്റെ ഭാഗത്ത് നിന്നായിട്ട്
പാകിസ്ഥാൻ്റെ അകത്ത് നടക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. മാത്രവുമല്ല പാകിസ്ഥാൻ്റെ ഭരണാധികാരികൾ പോലും അടുത്ത 72 മണിക്കൂറിലൊക്കെ തന്നെയും പാകിസ്ഥാന് ഇന്ത്യ ആക്രമിക്കാൻ സാധ്യതകളുണ്ട് എന്ന് പോലും ജനങ്ങളോട് വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ തന്നെയും ജനങ്ങളുടെ ഇടയിൽ പോലും ഒരു വലിയൊരു ഭീതി ജനിപ്പിക്കാൻ വലിയ തോതിൽ തന്നെ സാധ്യമായിട്ടുണ്ട്, കാരണമായിട്ടുണ്ട്. ഇതിൻ്റെ ഒക്കെ തന്നെയും അനന്തരഫലം എന്നോണം തന്നെയാണ് പാകിസ്ഥാൻ്റെ സ്റ്റോക്ക് മാർക്കറ്റിൽ വലിയൊരു ഇടിവ്, ഏറെക്കുറെ 3500 പോയിന്റ്സിൻ്റെ ഒക്കെ തന്നെയും വലിയൊരു ഇടിവ് തന്നെ സംഭവിച്ചിട്ടുള്ളത്. ഇനി ഇത് മാത്രമല്ലാതെ പാകിസ്ഥാനകത്ത് മറ്റു ചില പ്രശ്നങ്ങൾ കൂടെ അരങ്ങേറുന്നുണ്ട്. അത് പ്രത്യേകിച്ച് നോക്കുകയാണെങ്കിൽ ബലൂചിസ്ഥാനിലെയും അതുപോലെ തന്നെ ഗിൽഗിത് ബൽത്തിസ്ഥാനിലെയും ഒക്കെ ആളുകൾ വലിയ തോതിൽ തന്നെ പാക് ഗവൺമെൻറ്റിന് നേർക്ക് ശക്തമായ പ്രതിഷേധങ്ങളുമായിട്ട് പ്രൊട്ടസ്റ്റുകളുമായിട്ട് തെരുവിൽ ഇറങ്ങിയിട്ടുണ്ട് എന്ന കാര്യത്തെക്കുറിച്ചും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഇവരെക്കുറിച്ച് നമ്മൾ മുമ്പേ ഒരു വീഡിയോയിൽ വിശദമായിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഈ ബലൂചിസ്ഥാനിലെ ആളുകളാണെങ്കിലും ഈ ഗിൽഗിത് ബൽത്തിസ്ഥാനിലെ ആളുകൾ, അതായത് ഈ പാക് അധീന കാശ്മീരിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണെങ്കിലും പാക് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് നിരന്തരമായിട്ടുള്ള ചൂഷണത്തിന് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനൊരു മോചനം വേണമെന്ന രീതിയിൽ തന്നെയാണ് ശക്തമായ രീതിയിൽ പാക് ഗവൺമെൻറ്റിന് പോലും എതിരായിട്ട് പ്രതിഷേധങ്ങളുമായിട്ട് ഈ വിഭാഗം ആളുകളൊക്കെ തന്നെയും തെരുവിലേക്ക് ഇറങ്ങുന്നത്. അപ്പം ബലൂചിസ്ഥാൻ്റെ കാര്യമൊക്കെ നമ്മൾ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ അവിടെ നിന്നും ആവശ്യത്തിലധികം ധാതു ലവണങ്ങളൊക്കെ തന്നെയും പാകിസ്ഥാനും ചൈനയും ഒക്കെ അവിടെ നിന്ന് എടുത്തുകൊണ്ട് പോകുന്നുണ്ടെങ്കിലും വലിയൊരു ചൂഷണം തന്നെ അവിടെ നടക്കുന്നുണ്ടെങ്കിലും വേണ്ട രീതിയിലുള്ള യാതൊരു വിധത്തിലുള്ള പരിഗണനകളും ഒരു നിലക്കും ബലൂചിസ്ഥാനിലേക്കൊന്നും ലഭ്യമാകുന്നില്ല എന്നതിനൊക്കെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് തന്നെയാണ് അവിടുത്തെ ജനങ്ങൾ ഇത്തരം പ്രതിഷേധ പരിപാടികളിലേക്കൊക്കെ തന്നെയും നീങ്ങുന്നത്. അതായത് രാജ്യത്തിനകത്തൊരു പ്രശ്നം ശക്തമായ രീതിയിൽ തന്നെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇന്ത്യയുടെ ഭാഗത്തു നിന്നും ഇത്തരത്തിൽ ശക്തമായ രീതിയിലുള്ള പുറമേ നിന്നുള്ള ഒരു പ്രശ്നവും കൂടെ പാകിസ്ഥാനെ കാത്തിരിക്കുന്ന രീതിയിലേക്കാണ് പാകിസ്ഥാൻ്റെ നിലവിലെ അവസ്ഥകളൊക്കെ തന്നെയും പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി ഈ ഒരു കാര്യങ്ങളൊക്കെ തന്നെയും ഇത്തരത്തിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഈ കോൺഫ്ലിക്റ്റുകളൊക്കെ തന്നെയും ഒരു യുദ്ധത്തിലേക്ക് നീങ്ങുമോ, നമ്മൾ വീണ്ടും ഒരു ഇന്ത്യ പാക് യുദ്ധത്തിന് സാക്ഷ്യം വഹിക്കുമോ, അല്ലെങ്കിൽ അതൊരു മൂന്നാം ലോക മഹായുദ്ധത്തിലേക്ക് എത്തുമോ എന്ന് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ തന്നെയും നോക്കാം. ഇവിടെ നമ്മൾ ആദ്യം തന്നെ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയം എന്തുകൊണ്ട് ഇന്ത്യ വളരെ ശക്തമായ രീതിയിൽ തന്നെ ഇവിടെ റിയാക്ട് ചെയ്യുന്നു എന്ന് പറയുന്നൊരു കാര്യമാണ്. നമ്മൾ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ ഇൻഡസ് വാട്ടർ ട്രീറ്റ് വരെ ഇന്ത്യ പൂർണ്ണമായിട്ടും സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. ഈ ഒരു ട്രീറ്റ് എന്ന് പറയുന്നത് 1960 വേൾഡ് ബാങ്കിൻ്റെ അധ്യക്ഷതയിൽ കൊണ്ടുവന്നിട്ടുള്ളതാണ്. അപ്പം ഈ ഒരു കരാറിൽ നിന്ന് ഒരു രാജ്യത്തിന് പിൻവാങ്ങാനുള്ള അധികാരമോ അവകാശങ്ങളോ ഒന്നും തന്നെ കരാറിൽ വിശദീകരിക്കുന്നില്ല. ഇരു രാജ്യങ്ങളും തമ്മിൽ എന്തെങ്കിലും തരത്തിലുള്ളൊരു പ്രശ്നം ഉണ്ടാവുകയാണെങ്കിൽ പരസ്പരം അത് ചർച്ചകളിലൂടെ ആ പ്രശ്നം പരിഹരിക്കണമെന്നും അതുപോലെ തന്നെ ഈ കരാർ നിർത്തലാക്കരുത്, പകരം വേണമെങ്കിൽ പുതിയൊരു കരാറിലേക്ക് മാറാമെന്ന് തുടങ്ങിയിട്ടുള്ള രീതിയിലൊക്കെയാണ് ഈ ഒരു ഇൻഡസ് വാട്ടർ ട്രീറ്റുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളുള്ളത്. അതുകൊണ്ടൊക്കെ തന്നെയാണ് വെള്ളം തടഞ്ഞു വെച്ച് കഴിഞ്ഞാൽ അതൊരു ആക്ട് ഓഫ് വാർ ആയിട്ട് മാറുമെന്ന രീതിയിൽ പാകിസ്ഥാൻ ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രതികരണങ്ങൾ നടത്തിയിട്ടുള്ളത്. നമ്മൾ ചരിത്രം പരിശോധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പലപ്പോഴായിട്ട് വെള്ളത്തിൻ്റെ പേരിൽ ശക്തമായ രീതിയിലുള്ള യുദ്ധങ്ങൾ നമ്മുടെ ലോകത്ത് അരങ്ങേറിയിട്ടുള്ളതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. എന്നിട്ടുകൂടെ ശക്തമായ രീതിയിൽ തന്നെ മുന്നോട്ട് പോകാൻ എന്തുകൊണ്ട് ഇന്ത്യ തീരുമാനിക്കുന്നു, അല്ലെങ്കിൽ എന്തിനാണ് ഇത്രയധികം അഗ്രസീവായിട്ടുള്ള രീതിയിൽ പാകിസ്ഥാന് നേർക്ക് ഇന്ത്യ ഇപ്പോൾ തിരിഞ്ഞിട്ടുള്ളത്? ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ തന്നെയും പരിശോധിച്ച് നോക്കുമ്പോൾ ഇവിടെ പെഹൽഗാമിൽ നടന്നിട്ടുള്ള ഈ ഒരു ഭീകരാക്രമണം അത് ഒരു നാടിനെ പൂർണ്ണമായിട്ടും തച്ചുടക്കുന്ന ഒന്നായിട്ട് പോലും മാറി വരുന്നതായി കൃത്യമായ രീതിയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. കാശ്മീരിനെ സംബന്ധിച്ചിടത്തോളം 2019 ശേഷം എല്ലാം സർവ്വസാധാരണ രീതിയിലേക്ക് തിരിച്ചു വരികയും വലിയ തോതിൽ തന്നെ ടൂറിസ്റ്റുകളുടെയൊക്കെ കുത്തൊഴുക്ക് അങ്ങോട്ടേക്ക് ആരംഭിക്കുകയും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാടധികം ആളുകൾക്ക് വലിയ തോതിൽ സമ്പാദിക്കാൻ, അവരുടെ ജീവിതം മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ, ജീവിതം മെച്ചപ്പെടുത്താനൊക്കെ സാധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ഇങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ സാധാരണക്കാർക്ക് നേർക്ക് വലിയ തോതിൽ തന്നെ ഒരു ആക്രമണം ഉണ്ടാകുന്നു. അവിടെയും ഈ ടെററിസ്റ്റുകൾ മതത്തെ ഉപയോഗിക്കുന്നു. ഇതൊക്കെ തന്നെയും കാശ്മീരിൻ്റെ ശാന്തതയെ തകർത്തുകൊണ്ട് കാശ്മീരിനെ വീണ്ടും വലിയ പ്രശ്നങ്ങളിലേക്ക് തള്ളിവിടാൻ, അതിൻ്റെ ടൂറിസത്തെയും മൊത്തത്തിൽ ആ ഒരു കാശ്മീർ എന്ന് പറയുന്ന സ്ഥലത്തെ പൂർണ്ണമായിട്ടും തച്ചുടക്കാൻ, നാടിനെ തകർക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെ ഭീകരവാദികൾ, ടെററിസ്റ്റുകൾ നടത്തിയിട്ടുള്ള ഒരു പരിപാടിയാണ്. അപ്പം അതിലും നമ്മൾ പരിശോധിക്കുമ്പോൾ ചില പാകിസ്ഥാൻ പൗരന്മാർ ഈ ടെററിസ്റ്റുകളുടെ ഗ്രൂപ്പിലുണ്ടായിരുന്നു, ഈ ഒരു അറ്റാക്ക് നടത്തിയവരുടെ കൂട്ടത്തിലുണ്ട് എന്ന് നമ്മൾ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. ഇതോടുകൂടെ മറ്റു ചില ഇൻ്റലിജൻസ് റിപ്പോർട്ടുകളൊക്കെ കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയായിരിക്കണം പാകിസ്ഥാന് ഈ വിഷയവുമായിട്ട് ബന്ധമുണ്ട് എന്ന് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയായിരിക്കണം നമ്മുടെ ഗവൺമെൻറ് ശക്തമായ രീതിയിലുള്ള നിലപാട് പാകിസ്ഥാനെ നേർക്ക് ഇതിനോടകം തന്നെ കൈക്കൊണ്ടിട്ടുള്ളത്. ഇനി യുദ്ധത്തിൻ്റെ രീതിയിൽ കാര്യങ്ങൾ പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ മുൻകാല ചരിത്രം പരിശോധിച്ച് നോക്കുമ്പോൾ 1947, 48, 1965, 71, 99 കാർഗിൽ യുദ്ധം പോലുള്ള വ്യത്യസ്ത രീതിയിൽ ഇന്ത്യ പാക് ഏറ്റുമുട്ടലുകൾ, യുദ്ധങ്ങൾ
തന്നെ ശക്തമായ രീതിയിൽ തന്നെ അരങ്ങേറിയിട്ടുണ്ടായിരുന്നു. ഇതുകൂടാതെ തന്നെ വ്യത്യസ്ത രീതിയിലുള്ള ചില സർജിക്കൽ സ്ട്രൈക്കുകൾ കൂടെ ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് പാകിസ്ഥാന് നേർക്കുണ്ടായിരുന്നു. ഇതിനെല്ലാം ശേഷം, അതായത് 2019 ശേഷം ശക്തമായ ഒരു മോസ്റ്റ് സീരിയസ് മിലിറ്ററി സ്റ്റാൻഡ് ഓഫ് തന്നെയാണ് ഇപ്പോൾ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയുന്നത് പോലെ തന്നെ രണ്ട് രാജ്യങ്ങളും ന്യൂക്ലിയർ ആംഡ് ആയിട്ടുള്ള രാജ്യങ്ങൾ തന്നെയാണ്. വലിയ തോതിൽ തന്നെ യുദ്ധവുമായി ബന്ധപ്പെട്ടുള്ള വ്യത്യസ്ത രീതിയിലുള്ള ശേഷിയുള്ള രാജ്യങ്ങൾ തന്നെയാണ്. അപ്പം ഒരു യുദ്ധം എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണെങ്കിൽ ഇരു രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ നഷ്ടങ്ങൾ സമ്മാനിക്കുന്ന ഒന്നായിട്ട് അവിടെ തീർച്ചയായിട്ടും ഇത് മാറുന്നതായിരിക്കും. യുദ്ധങ്ങൾ എപ്പോഴും മാനവരാശിയെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രശ്നങ്ങൾ തന്നെയാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. അപ്പം ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് പാകിസ്ഥാന് പിന്തുണയായിട്ട് ചൈന എത്തിച്ചേരുന്നുണ്ട്. ഇന്ത്യക്കുള്ള സർവ്വ പിന്തുണകളും പ്രഖ്യാപിച്ചുകൊണ്ട് അമേരിക്കയാണെങ്കിലും റഷ്യ ആണെങ്കിലും കൂടെയുണ്ട്. അപ്പം രണ്ട് രാജ്യങ്ങൾ തമ്മിൽ ഒരു യുദ്ധത്തിലേക്ക് നീങ്ങുകയാണെങ്കിൽ, ഒരു ഗുരുതരമായിട്ടുള്ള യുദ്ധത്തിലേക്ക് നീങ്ങുകയാണെങ്കിൽ ബാക്കിയുള്ള സഖ്യരാജ്യങ്ങൾ കൂടി ചേരുകയും വലിയൊരു ലോക മഹായുദ്ധത്തിലേക്ക് അത് നീങ്ങാനുള്ള സാധ്യതകളും എല്ലാ പ്രാവശ്യവും രണ്ട് രാജ്യങ്ങൾ തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ ഉയർത്തി കാണിക്കുന്നത് പോലെ ഇവിടെയും അതിനുള്ള സാധ്യതകൾ തീർച്ചയായിട്ടും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പലപ്പോഴും പല ആളുകളൊക്കെ യുദ്ധം വരണം, പാകിസ്ഥാനിൽ നേർക്ക് ഇന്ത്യ യുദ്ധത്തിന് ഇറങ്ങണമെന്ന് തുടങ്ങിയിട്ടുള്ള പല വാദങ്ങളും ഉന്നയിക്കാറുണ്ട്. പക്ഷേ ബോർഡറിലുള്ള സ്ഥലങ്ങൾക്കും അപ്പുറത്തേക്ക് നമ്മളുടെ ഓരോരുത്തരുടെയും വീടിൻ്റെ അടുക്കള വരെ യുദ്ധത്തിൻ്റെ പ്രത്യാഘാതങ്ങൾ എത്തുമെന്നുള്ളതാണ് ഒരു പച്ചയായ യാഥാർത്ഥ്യം. എന്തൊക്കെ തന്നെയായാലും പാകിസ്ഥാൻ്റെ ക്രോസ് ബോർഡർ ടെററിസം പൂർണ്ണമായിട്ടും തുടച്ചു നീക്കുക എന്ന ലക്ഷ്യത്തോട് കൂടിയിട്ട് തന്നെയാണ് നമ്മുടെ ഭരണാധികാരികൾ ഇത്തരത്തിലുള്ള നീക്കങ്ങളിലേക്ക് ഏതായാലും മുന്നിട്ടിറങ്ങിയിട്ടുള്ളത്. സർവ്വസജ്ജമായ രീതിയിൽ നമ്മുടെ ആർമി മുഴുവനും ഇപ്പോൾ അണിനിരന്നിട്ടുള്ളത്. അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോസോടെ വൈൻഡപ്പ് ചെയ്യണം. വീഡിയോയിലൂടെ കുറേ കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായ ധാരണകൾ നിങ്ങൾക്ക് ലഭ്യമായിട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്നു. പൂർണ്ണമായി ഒരു സംഘർഷഭരിതമായിട്ടുള്ള അവസ്ഥയിലൂടെ തന്നെയാണ് ഇരു രാജ്യങ്ങളും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. വ്യത്യസ്ത കാര്യങ്ങൾ പരിശോധിച്ച് നോക്കുമ്പോഴൊക്കെ തന്നെയും കൃത്യമായ രീതിയിൽ നമുക്ക് ആ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുകയും ചെയ്യുന്നുണ്ട്. ഇവിടെ പെഹൽഗാമിലെ ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ശക്തമായൊരു തിരിച്ചടി നമ്മൾ ഓരോരുത്തരും ആഗ്രഹിക്കുന്നുണ്ട്. എന്നാൽ അതോടൊപ്പം തന്നെ യുദ്ധവുമായി ബന്ധപ്പെട്ടുള്ള ആകുലതകളും നമ്മുടെ മനസ്സിലുണ്ട്. ഈ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴ്ന്ന് രേഖപ്പെടുത്താൻ മറക്കരുത്. അപ്പോൾ ഇതിൽ നല്ല ഒരുപാട് വീഡിയോസുകളുമായിട്ട് കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോടെ ബൈ.